ഭയങ്കര ടഫായിരുന്നു. നല്ല കഴിഞ്ഞ എക്സാം ടഫന്നെ, പക്ഷെ അതിനേക്കാൾ ടഫായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കറിയില്ല, എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. കുറച്ച് ടഫായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, കൂടുതൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും GK ഒക്കെ നന്നായി വലച്ചു. എനിക്ക് പൊതുവെ എല്ലാം ടൈറ്റായിരുന്നു. ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എക്സാം പെട്ടെന്ന് വന്നതുകൊണ്ട്. എക്സാം ടഫായിരുന്നു. ഹാപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച ഏരിയകളൊന്നും അധികം വന്നിട്ടില്ല. പാർട്ട് എ ആണ് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. പാർട്ട് എ ടഫായിട്ട് എനിക്ക് തോന്നുന്നു പാർട്ട് എ ആയിരുന്നു കുറച്ചും കൂടെ ബുദ്ധിമുട്ട് തോന്നുന്നു. പാർട്ട് എനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. എന്നാലും ഒരു സൈക്കോളജിയൊക്കെ കുറച്ചൊരു ഇതാണ്. എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഇന്റർഫേസ് കുറച്ചൊരു ടഫായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതെന്തോ കുഴപ്പമില്ല, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സാമിന് സമയം ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്, അപ്പോൾ സമയം തികയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങൾ മാത്രം കുറച്ച് ടഫായിട്ട് തോന്നി. സൈക്കോളജിയാണോ ഉദ്ദേശിക്കുന്നത്? അത് കുഴപ്പമില്ല, ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് പഠിച്ച ആൾക്കാർക്കും എഴുതാൻ ഭയങ്കര പ്രയാസമായിരിക്കണം. കുറേ വായിച്ചെടുക്കാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് അത് കുറച്ച് ടഫ് തന്നെ. അത്യാവശ്യം നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ, ഈ കറണ്ട് അഫയേഴ്സ് മൊത്തം. ഇത് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കുറച്ച് ടൈറ്റാണ്. ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളൊക്കെ പറയുന്നത് അതാണ്, ടൈറ്റാണ്. പഠിച്ച ഭാഗം എവിടെ നിന്നോ ഏതൊക്കെയോ ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കട്ട് ഓഫ് കുറയാനാണ് ചാൻസ് കൂടുതൽ.